അർക്കകുലോത്ഭവനാകിയ രാമനും അർക്കജനോടഗ്നിസാക്ഷികാമാവണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നത് ബാലിയെ സുഗ്രീവനായിക്കൊണ്ട് രാജ്യവും നൽകിനാൻ. വനരാജീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകാൻ നയിച്ചതും ലക്ഷം കപിവരന്മാരെ ഓരോ ദിശി. ദക്ഷിണ ദിക്കിനു പോയത് ഞങ്ങളും രക്ഷോവരനെയും കണ്ടതിൽ എങ്ങുമേ 30 നാളിനകത്ത് ചെന്നീടായെങ്കിൽ അപ്പോൾ അവരെ വധിക്കും കപിവരൻ. പാതാളമുപ്പുക്കുമാസരം പോയതും ഏതും അറിഞ്ഞില്ല ഞങ്ങൾ, അതുകൊണ്ടും ദർഭ വിരിച്ചു കിടന്ന് മരിപ്പതിന്നപ്പോൾ ഭവാനെയും കണ്ടു കിട്ടി ബലാൽ. ഏതാനുമുണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ. ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങളെങ്ങനെയുള്ളോന്നു നീ അറിഞ്ഞിടോ. താരേയ വാക്കു കേട്ടു സമ്പാദിയും ആരൂഢമോദം അവനോട് ചൊല്ലിനാൻ. ഇഷ്ടനാം ഭ്രാതാവെനിക്കു ജടായു, ഞാൻ ഒട്ടുനാളുണ്ടവനോട് പിരിഞ്ഞതും. ഇന്ന് അനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരന്മാർത്ത കേട്ടിടിനേൻ. എന്നുടെ സോദരനായി ഉദയക്രിയയ്ക്ക് എന്നെ എടുത്തു ജലാന്തിയെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിൻ ഉദകകർമാദികൾ. നിങ്ങൾക്കു വാക്സഹായം ചെയ്വനാശു ഞാൻ. അപ്പോൾ അവനെ എടുത്തു കവികളും അബ്ധിതീരത്തു വച്ചിടിനാൻ. ആദരാൽ തൽസലിലെ കുളിച്ചഞ്ജലിയും നൽകി വത്സനാം ഭ്രാതാവിനായി കൊണ്ട് സാദരം സ്വസ്ഥാനദേശത്തിരുത്തിനാർ. പിന്നെയും ഉത്തമന്മാരായ വാനരസഞ്ചയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നുടെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൻ. തുങ്കമായിടും ത്രികുടാചലോപരി ലങ്കാപരിയുണ്ട് മധ്യേ സമുദ്രമായി. തത്ര മഹാശോകാനനെ ജാനകി തഞ്ചിരെ ജനമധ്യേ വസിക്കുന്നു. ദൂരം 100 യോജനയുണ്ടതും നേരെ നമുക്ക് കാണാം രുദ്രനാകയാൽ. സാമർത്ഥ്യമാർക്കൊരു ലംഘിപ്പതിന്നവൻ ഭൂമി തനുജയെ കണ്ടുവരും ധ്രുവം. സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണം, ഏതൊരു ജാതിയും പക്ഷവുമില്ലമേ. യത്നേന നിങ്ങൾ കടക്കണം ആശുപോയി രത്നാകരം. പിന്നെ വന്നു രഘൂത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കിൻഷണാൽ ഏവം അതിന്നു വഴിയെന്നു നിർണയം. രത്നാകരം ശതായോജന വിസ്തൃതം യത്നേന ചാടിക്കടന്നു ലങ്കാപുരം. പുക്കു വൈദേഹിയെ കണ്ടു പറഞ്ഞുടൻ ഇക്കര ചാടി കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്കണം എന്നൊരുമിച്ചു തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ. സമ്പാദി തന്നുടെ പൂർവ്വ വൃത്താന്തങ്ങളമ്പോട് വാനരന്മാരോട് ചൊല്ലിനാൻ. ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരാ മാനേന ദർപ്പിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിന്നതി വേഗം പറഞ്ഞതും മേൽപോട്ട് ഞങ്ങളും മാർത്താണ്ഡമണ്ഡലം പര്യന്തം ഉൽപ്പരിച്ചാർത്തരായി വന്നു ദിനകര രശ്മിയാൽ. തൽക്ഷണേ തെയ്യം പിടിച്ചത് അനുജനും പക്ഷപുടങ്ങളി. അപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനേൻ. പക്ഷം കരിഞ്ഞാൻ വീണത് ഭൂമിയിൽ പക്ഷദ്വയത്തോട് വീണാൻ അനുജനും. പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം. വിന്ധ്യാചലേന്ദ്ര ശിരസി വീണിടിനേൻ. അന്ധനായി 3 ദിനം കിടന്നിടനേൻ. പ്രാണശേഷത്താലുണർന്ന ഒരു നേരത്ത് കാണായതും ചിറകും കരിഞ്ഞിങ്ങനെ ദിഗ്ഭ്രമം പൂണ്ടു ദേശങ്ങളറിയാഞ്ഞു വിഭ്രാന്ത മാനസനായി ഉഴന്നങ്ങനെ ചെന്നേൻ. നിശാകരതാപസം തന്നുടെ പുണ്യാശ്രമത്തിനും പുണ്യഭാഗ്യോദയാൽ കണ്ടു മഹാമുനി ചൊല്ലിനാൻ. എന്നോട് പണ്ടു കണ്ടുള്ളോരു അറിവു നിമിത്തമായി എന്തു സമ്പാദേ വിരൂപനായി വന്നിതെന്തു മൂലം ഇതാരാൽ അകപ്പെട്ടതും എത്രയും ശക്തനായോര് നിനക്കെന്നും ദഗ്ധമാവാൻ എന്തു പക്ഷം പറക നീ എന്നത് കേട്ടു ഞാൻ എന്നോട് വൃത്താന്തമൊന്നൊഴിയാതെ മുനിയോട് ചൊല്ലിനേൻ. പിന്നെയും കൂപ്പി തൊഴുതു ചോദിച്ചതും
സന്നമായി വന്നു ചിറകും ദയാനിരേ. ജീവനത്തെ ധരിക്കേണ്ടും ഉപായം ഏവൻ എന്നോട് ചൊല്ലിത്തരേണമേ എന്നത് കേട്ടു ചിരിച്ചു. മഹാമുനി പിന്നെ ദയാവശനായി അരുളി ചെയ്തു, സത്യമായുള്ളത് ചൊല്ലുന്നതുണ്ട് ഞാൻ. കൃത്യം നിനക്കൊത്ത വണ്ണം കുരുഷ്വ നീ. ദേഹം നിമിത്തം ഈ ദുഃഖം അറിയുക നീ. ദേഹമൂർക്കീൽ കർമ്മസംഭവം നിർണയം. ദേഹത്തിൽ ഉള്ളോരഹം ബുദ്ധി കൈക്കൊണ്ടു മോഹാദഹം കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു. വിദ്യാ സമുദ്ഭവം വസ്തുവായുള്ളോന്ന് അഹങ്കാരമോർക്കൽ നീ. ചിച്ചയായോട് സംയുക്തമായി വർത്തതേ തത്തമായുള്ളോരയ പിണ്ടവൽ സദാ തേന ദേഹത്തിനു താതാപ്യമോ യോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു. മോഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായവരും ആഹന്തനൂനമാത്മാവിനും മായയാ ദേഹോഹമദ്ദൈവ കർമ്മകർത്താഹം ഇതാ നിത്യാഹന്തകൽ സങ്കല്പ്യ സർവതാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബന്ധനായി സമോഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു മേൽപോട്ടുമാശു കീഴ്പോട്ടും ഭ്രമിച്ചത് താൽപര്യവാൻ പുണ്യപാപാത്മകസ്വയം. എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ വിത്താനുരൂപേണ യജ്ഞദാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം. സ്വർഗം ഗമിച്ചെന്ന് കൽപ്പിച്ചിരിക്കവേ മൃത്യു ഭവിച്ചു സുഖിച്ചു വാഴും വിധവു ഉത്തമാംഗം കൊള്ള വീഴും മതോ ഭൂവി. പുണ്യമൊടുങ്ങിയാലിന്ദു തന്മണ്ഡലെ ചെന്നു പതിച്ചു നീഹാരസമേതനായി ഭൂമവ് പതിച്ചു ശല്യാദികളായി ഭവിച്ചാമോദം ഉൾക്കൊണ്ടു വാഴും ചിരതരം. പിന്നെ പുരുഷം പൂജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കുമ്പലാൽ എന്നതിലൊന്ന് രേതസ്സായി ചമഞ്ഞതും ചെന്നു സീമന്തിനി യോനിയിലായി വരും. യോനി രക്തത്തോട് സംയുക്തമായി വന്നു താനേ ജരായു പരിവേഷ്ടിതവുമാം ഏകദിനേന കലർന്നു കലലമാം ഏകീഭവിച്ചാലതും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ട് ബുദ്ബുദാകാരമാം പഞ്ചദിനം കൊണ്ട് പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കും. അതിനതു മാസാർദ്ധകാലന പിന്നെയും മെല്ലവേ പേശി രുതിര പരിപ്ലുതമായി വരും. ആശു തസ്യാം അങ്കുരോത്പത്തിയും വരും. പിന്നെയൊരു പഞ്ചവിംശതി രാത്രിയാൽ പിന്നെയൊരു 3 മാസേന സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും. അങ്കുലീജാലവും 4 മാസത്തിനാൽ ദന്തങ്ങളും നഖപങ്ക്തിയും ഗുഹ്യവും സന്ധിക്കും. നാസികാരന്ധ്രനേത്രങ്ങളും 5 മാസം കൊണ്ട് ഷഷ്ടമാസേ പുന കിഞ്ചന പോലും പിഴയാതെ ദേഹിന കർണയോ ഛിദ്രം ഭവിക്കും അതിസ്ഫുടം. പിന്നെ മേഢ്രോപസ്ഥനാഭിവായുക്കളും സപ്തമേ മാസി ഭവിക്കും. പുനരുടൻ ഗുപ്തമായൊരു ശിരകേശരോമങ്ങൾ അഷ്ടമേ മാസി ഭവിക്കും. പുനരപി പുഷ്ടമായിടും ജഡരസ്ഥലാന്തരെ. 9-ാം മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും. 5മേ മാസി ചൈതന്യവാനായി വരും. അഞ്ജസാ ജീവൻ ക്രമേണ ദിനേ ദിനേ നാഭി സൂത്രാൽപരസന്ത്രേണ മാതാവിനാൽ സാപേക്ഷമായ ഭൂതാന്നരസത്തിനാൽ വർദ്ധതേ ഗർഭകമായ പിണ്ഡം മുഹൂർ മൃത്യുവരാ നിജകർമ്മബലത്തിനാൽ. പൂർവചർമ്മങ്ങളും കാമങ്ങളും നിജം സർവകാല നിരൂപിച്ചു ദുഃഖിച്ചു ജാഠരവഗ്നി പ്രദത്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ. 10,100,000 യോനികളിൽ ജനിച്ചത്ര കർമ്മങ്ങൾ അനുഭവിച്ചേന്നഹം. പുത്രധാരാർത്ഥ ബന്ധങ്ങൾ സംബന്ധവും എത്ര 100,000 കോടി കഴിഞ്ഞതും നിത്യകുടുംബഭരണൈക സക്തനായി വിത്തമന്യായമായി ആർജിച്ചതന്നുകം വിഷ്ണുസ്മരണവും ചെയ്തുകൊണ്ടില്ല ഞാൻ.
കൃഷ്ണ കൃഷ്ണേരി ജപിച്ചീലൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നു. ഇപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്ന് എന്നു ബാഹ്യസ്ഥലേകൽ പോടെനിക്ക് പുറപ്പെട്ടുകൊള്ളാവൂ. ദുഷ്കർമ്മം ഒന്നുമേ ചെയ്യുന്നതില്ല ഞാൻ, സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ. നാരായണസ്വാമി തന്നെ ഒഴിഞ്ഞ് മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ. ഇത്യാട് ചിന്തിച്ചു ജീവനും പത്യ ഭഗവത് സ്തുതി തുടങ്ങിനാൻ. 10 മാസം തികയും വിധവ് പൂതലെ ചിത്തതാപേന പിറക്കും വിധിവശാൽ. സൂര്യവാദത്തിൻ ബലത്തിനാൽ ജീവനും ജാതനാം യോനിരന്ത്രേണ പീഡാന്വിതം. ബാല്യമനോപി മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങളെന്തു ചൊല്ലാവതും. യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്തോളം ഏതും പുറാസഹേ. എന്നാൽ അനുഭൂതമായുള്ളോന്ന് എന്തിനും വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാബലാൽ. ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങളുണ്ടാകുന്നു. ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോദ്ഭവ നാശവും ദേഹമൂലം സഹേ. സ്ഥൂല സൂക്ഷ്മാത്മകദേഹത്വയാൽ പരം മേലേ ഇരിപ്പതാത്മാപരൻ കേവലം ദേഹാദികളിൽ മമത്വം ഉപേക്ഷിച്ചു മോഹമകന്ന ആത്മജ്ഞാനിയായി വാഴുക നീ. ശുദ്ധം സദാ ശാന്തമാത്മാനമപിയം ബുദ്ധം പരിബ്രഹ്മം ആനന്ദമദ്വയം സത്യം സനാതനം നിത്യം നിരുപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മകമീശ്വരം അച്യുതം സർവജഗന്മയം ശാശ്വതം മായാവിനിർമുക്തമെന്നറിയുന്നേരം മായാവിമോഹം അകലുമെല്ലാവനും പ്രാരബ്ധ കർമ്മവേഗാനുരൂപം ഭുവി പാരമാത്യാത്മന വാഴുക നീ സഹേ. മറ്റൊരു ഉപദേശവും പറയാന്തവ ചെറ്റു ദുഃഖം മനക്കാവിലുണ്ടാകുല. ത്രതായുഗേ വന്നു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി. നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻപോട് ഭക്തജനത്തിന് മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധൗ ബലാൽ ചണ്ടനായുള്ള ദശാസനം രാവണൻ പുണ്ടരീഘോത്ഭൂതനായാകിയ സീതയെ പണ്ഡിതന്മാരായ സൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്ത് വന്നതൻ ആപത്തിനായി കട്ടുകൊണ്ടുപോയ ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ. പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കടരാജ നിയോഗാൽ കപികുലം ദക്ഷിണവാരതി തീരദേശേവരും തത്ര സമാഗമം നിന്നോട് വാനരർക്കെത്തും ഒരു നിമിത്തേന നിസംശയം. എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ തന്നൊങ്കി വാഴുന്ന ദേശം ദയാവശാൽ. അപ്പോൾ നിനക്ക് പക്ഷങ്ങൾ നവങ്ങളാൽ ഉത്ഭവിച്ചിടും, അതിനില്ല സംശയം. എന്നെ പറഞ്ഞു ബോധിപ്പിച്ചതിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി വന്നു കാൺപിൻ ചിറകുകൾ പുത്തനായെന്നേ വിചിത്രമേ നന്നത്രയും. ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ. ശ്രീരാമദേവകഥാമൃതം മാഹാത്മ്യം ആരാലും ഓർത്താലും അറിയാവതല്ലേതും. രാമനാമാമൃതത്തിന് സമാനമായി മാമകേ മാനസേ മറ്റു തോന്നിയിലഹോ. നല്ലതുമേ മേൽ വരേണമേ നിങ്ങൾക്ക് കല്യാണഗാത്രിയെ കണ്ടു കിട്ടണമേ. നന്നായതി പ്രയത്നം ചെയ്യൽ അർണവം ഇന്ന് തന്നെ കടക്കായി വരും നിർണയം. ശ്രീരാമനാമസ്മൃതി കൊണ്ട് സംസാര വരാനിധിയെ കടക്കും അതേവരും രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാ നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ഏതുമൊരാകുലം ഉണ്ടാകയിൽ ഒരു ജാതിയും എന്ന് പറഞ്ഞു മറഞ്ഞിതും അത്യുന്നതനായ സമ്പാദി വിഹായസ. പിന്നെ കപിവരന്മാർ കൗതുകത്തോടും അന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാർ. ഉഗ്രം മഹാനക്രചക്രഭയങ്കരം അഗ്രേ സമുദ്രമാലോക്യ കപികുലം
എങ്ങനെ നാം ഇതിനെ കടക്കുന്നവാറെങ്ങും മറുകര കാണുവാനുമില്ലല്ലോ. ആവതല്ലാത്തത് ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം കവികളെ. ശക്രതനായ തനൂജനമങ്കതൻ മർക്കടനായകന്മാരോട് ചൊല്ലിനാൻ, എത്രയും വേഗബലമുള്ള ശൂരന്മാർ, ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും. എന്നാൽ ഇവരിൽ വെച്ചിങ്ങു വന്നെന്നോടൊരുത്തൻ പറയണം, ഞാനിതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം. സുഗ്രീവ, രാമസൗമിത്രികൾക്കും ബഹുവ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ. അങ്കദനിങ്ങനെ ചൊന്നത് കേട്ടവർ തങ്ങളിൽ നോക്കിനാരേവരും ഒന്നും പറഞ്ഞിലൊരുത്തനും അങ്കദൻ താൻ പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൻ, ചിത്തേ നിരൂപിച്ച നിങ്ങളുടെ ബലം പ്രത്യേകം ഉച്ചതാമുദ്യേകപൂർവകം. ചാടാം എനിക്ക് 10 യോജന വഴി ചാടാം 20 എനിക്കെന്നൊരു കവി, 30 ചാടാം എനിക്കെന്നപരനും, അപ്പടി 40 എന്ന് മറ്റേവനും, 50 60 70 80 ചാടാം എനിക്കൊന്നൊരുവനും, 90 ചാടുവാൻ ദണ്ഡമില്ലേഖനൻ നർണവമോ 100 യോജനയുണ്ടല്ലോ ഇക്കണ്ട. നമ്മിലാർക്കും കടകാവതിൽ ഇക്കടൽ മർക്കട വീരരെ നിർണയം. മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ചന്നനായി മുന്നടി അളക്കും വിധവും യൗവനകാലേ പെരും പറയും കൊട്ടി 7 വട്ടം വലത്ത് വച്ചിടിനേൻ. വാർത്തക ഗ്രസ്തനായേ നിദാനിൻ ലവണാബ്ദി കടപ്പാനുമില്ല വേഗം മമ. ഞാൻ 21 വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ 10 മാത്രയാ. കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലകളോർത്തോളം അത്ഭുതമെത്രയും. ഇത്തം അമാത്മജൻ ചൊന്നത് കേട്ടതിനുത്തരം വൃത്രാരിപുത്രനും ചൊല്ലിനാൻ, അങ്ങോട്ട് ചാടാം എനിക്കെന്ന് നിർണയം. ഇങ്ങോട്ട് പോരുവാൻ ദണ്ഡമുണ്ടാകില്ല, സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും. സാമർഥ്യമുണ്ട് ഭവാനിതെന്നെങ്കിലും. പ്രത്യജനങ്ങളയക്കയിൽ എന്നുമേ പ്രത്യരിലേഖനുണ്ടാം എന്നതേവരു ആർക്കുമേയില്ല. സാമർഥ്യം അനശനം ദീക്ഷിച്ചു തന്നെ മരിക്കനല്ലോ വയം. താരയനേവം പറഞ്ഞവരനന്തരം സാരസ സംഭവനന്തരം ചൊല്ലിനാൻ, എന്തു ജഗൽപ്രാണനന്ദനൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ടനായി തന്നെ ഇരുന്ന് കളകയോ കണ്ടില്ല നിന്നെ ഒഴിഞ്ഞ് മറ്റാരെയും. ദാക്ഷായണി ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ. പിന്നെ വാടാത്മജനാകും ആകെയുമുണ്ടവൻ തന്നോട് തുല്യൻ ബലവേഗമോർക്കിലോ. കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥനും പുത്രനായി അഞ്ജന പെറ്റുളവായൊരു സത്വഗുണപ്രധാൻ ഭവാൻ കേവലം. അഞ്ജനാഗർഭച്യുതനായ അവനിയിൽ അഞ്ജസാ ജാതനായി വീണ നേരം ഭവാൻ 500 യോജന മേൽപോട്ട് ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നിതും മാനസേ. ചണ്ടകിരണനുദിച്ചു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ തുടേ കണ്ടു നീ പക്കമെന്നോർത്ത് ഭക്ഷിപ്പാൻ എടുക്കയാൽ ശക്രനുടെ വജ്രമേറ്റ് പതിച്ചതും ദുഃഖിച്ചു മാരുതന്നിനെയും കൊണ്ടുപോയി പൊക്കിതും പാതാളം. അപ്പോൾ ത്രിമൂർത്തികൾ 30 മുക്കോടി വാനവർ തമ്മോട് ഉൽപ്പല സംഭവൻ പുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാർ. മൃത്യുവരാ ലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃതിയെന്നും കൽപ്പിച്ചതിനിളക്കം വരാ നിർണയം. അപ്നായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാൻ, നാംനാ ഹനുമാനിവനും സാദരം. വജ്രം ഖനുവെങ്കിലേറ്റുമുറുകയാൽ അച്ചരത്രങ്ങൾ മറന്നിതോ മനസ്സേ. നിൻ കയ്യിലല്ലയോ തന്നതു രാഘവൻ അങ്കുലീയം, അതും എന്തിനെന്നോർക്ക നീ. ത്വൽബലവീരവേഗങ്ങൾ വർണ്ണിപ്പതിന് പ്രപഞ്ചത്തിങ്കൽ ആർക്കും ആമല്ലടോ. ഇത്തം ഇത് സുതം ചൊന്ന നേരം വായുപുത്രൻ മുദ്ധായുധത്വരം പ്രീതനായി ബ്രഹ്മാണ്ടുമാശു കുലങ്ങുമാറുന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ.
വാമനമൂർത്തിയെപ്പോലെ വളർന്നവൻ ഭൂമിധരാകാരനായി നിന്ന് ചൊല്ലിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോടും ഒടുക്കി ഞാൻ ദേവിയെയും കൊണ്ട് പോരുന്നവൻ ഇപ്പോഴേ. അല്ലായിലോ ദശകണ്ഠനെ ബന്ധിച്ചു മെല്ലവേ വാമകരത്തിലെടുത്തുടൻ. കൂടത്രയത്തോട് ലങ്കാപുരത്തെയും കൂടെ വലത്തു കരത്തിലാക്കിക്കൊണ്ട് രാമാന്തികയെ വച്ചു കൈതൊഴുതിടുവാൻ രാമാങ്കുലീയമൻ കയ്യിലുണ്ടാകയാൽ മാരുതി വാക്കു കേട്ടൊരു വിധിസുതന്മാരുടെ കൗതുകം ചൊല്ലിനാൻ. പിന്നെയും ദേവിയെ കണ്ടു തിരിയേ വരിക നീ രാവണനോട് തീർത്തിയിടുവാൻ. പിന്നെയാം നിഗ്രഹിച്ചിടും ദശാസിനെ രാഘവൻ വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ. പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായക കല്യാണം ഭവിക്കതേ. മാരുതനേവം ഉണ്ടരികേ മാരുതദേവനുണ്ടരികേ തവ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു. ആശീർവചനവും ചെയ്തു കവികുലം ആശു പോകുന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെ പോലെ നിന്നു വിളങ്ങിനാൻ. യുദ്ധം പറഞ്ഞറിയിച്ചോരു തത്തയും ബദ്ധമോദത്തോടിരഞ്ഞിതക്കാലമേ. ഇത് അധ്യാത്മരാമായണ ഉമാമഹേശ്വരം പാതെ കിഷ്കിന്ധാകാണ്ഡം സമാപ്തം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.